ഈ അവർ എന്ന് പറയുന്നത് ആ സ്വാധീനം ഈ നേരത്തെ ഈ ഹേമ കമ്മിറ്റിയിലൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഇത് തീരുമാനിക്കുന്നു ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൽ, അങ്ങനെയാണോ? എന്നോട് KPCC പ്രസിഡന്റ് കെ സുധാകരന് വളരെ ആത്മാർത്ഥതയുണ്ട് ഉള്ളൊരു ഇതാണ്. അദ്ദേഹം പറഞ്ഞത്, എന്നെ അവിടെ എറണാകുളം MP സമ്മതിക്കുന്നില്ല, പിന്നെ വരാൻ സമ്മതിക്കുന്നില്ല, പ്രതിപക്ഷ നേതാവ് സമ്മതിക്കുന്നില്ല എന്നാണ്. എനിക്ക് പാർട്ടി പ്രവർത്തനം ഇവരുടെയൊക്കെ പെർമിഷൻ വേണം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പാർട്ടി മാറിയിരിക്കുകയാണ്. അതായത് കോൺഗ്രസിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ മെറിറ്റ് 25 വർഷം KV തോമസ് സാറ് ഒരുപാട് പോസ്റ്റുകൾ വഹിച്ച ഒരാളാണ്. ഒരുപാട് പേര് സൈഡ് ലൈനും ചെയ്തിട്ടുണ്ട്. DCC പ്രസിഡന്റ് ആയിരുന്നു, KPCCയുടെ ട്രഷറർ ആയിരുന്നു അദ്ദേഹം, നിരവധി തവണ MP ആയിരുന്നു അദ്ദേഹം, ഇല്ലേ? ഈ സ്ത്രീകളെ ജയിക്കുന്ന സീറ്റുകൾ കൊടുക്കുന്നില്ല എന്നതൊക്കെ പത്മജ വേണുഗോപാൽ അടക്കം അഭിമുഖത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരൊന്നും ഇപ്പൊ പാർട്ടിയിൽ ഇല്ലതാനും. അപ്പം ഈ തരത്തിൽ ഒരു വെട്ടി നിരത്തലുകൾ നടക്കുന്നുണ്ട് സ്ത്രീകൾക്ക് നേരെ, അതുകൊണ്ട് കൂടിയാണോ അവസരങ്ങളുണ്ടല്ലോ? കഴിഞ്ഞ തവണ നിരവധി വനിതകൾക്ക് പിന്നെ സീറ്റ് കൊടുത്തു. വലിയ ത്യാഗമൊന്നും സഹിക്കാതെ തന്നെയാണ് പ്രവർത്തന പാരമ്പര്യം ഒക്കെ നോക്കിയിട്ടാണ് കൊടുത്തതല്ല. ഞങ്ങളുടെയൊക്കെ സമയത്ത് വെട്ടി നിരത്തുമായിരുന്നു. പക്ഷെ ഇപ്പൊ അതില്ല. ഇപ്പോ KSUലും യൂത്ത് കോൺഗ്രസിലും ഒന്നും പ്രവർത്തിക്കണ്ട, മഹിളാ കോൺഗ്രസിലും പ്രവർത്തിക്കണ്ട, പെട്ടെന്ന് ലീഡർ ആവാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ. അപ്പോ അങ്ങനെ പെട്ടെന്ന് നേതൃനിരയിലേക്ക് വരാൻ കഴിയുന്ന ക്രൈറ്റീരിയ എന്താണ്? അവരുടെ സ്വാധീനം. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കുറച്ചുകൂടെ ഒന്ന് വ്യക്തമാക്കോ? ഇവിടെ ദീപ്തി മേരി വർഗീസ് പാർട്ടിയിൽ റിബലായി മത്സരിച്ച് കൊച്ചിൻ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ഒരു സീറ്റിനാണ് മേയർ സ്ഥാനം ശ്രീ N വേണുഗോപാലിന് നഷ്ടമായത്. അപ്പോ അവരെ പാർട്ടിയിൽ 6 വർഷത്തേക്ക് പുറത്താക്കി. അവര് തിരിച്ചു വന്ന വലിയ പദവിയിലാണ്. അവര് 6 മാസത്തിനുള്ളിൽ തന്നെ, 6ആണോ 3ആണോ എന്നറിയില്ല, അവർക്ക് 23 വോട്ട് കിട്ടിയതാണ്. അവര് പെട്ടെന്ന് നേതാവായി. പിന്നെ അവരിപ്പോ മീഡിയ സെല്ലിന്റെ ചെയർപേഴ്സൺ ആണ്. അവര് എത്രയോ കേസുകളിൽ പ്രതിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവരെ സ്പോൺസർ ചെയ്യാനായിട്ട് ഇവിടുത്തെ MP ഉണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ? അതൊരു ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം. സ്പോൺസർ ഇല്ലാതെ പോയത് എന്റെ അയോഗ്യതയാണോ? ആണോ? ഞാൻ വിശ്വസിക്കുന്നില്ലത്. അല്ല, ഞാൻ ചോദിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസിൽ ഇപ്പോൾ നേതൃനിരയിലേക്ക് ഉയർന്നു വരുന്ന പല സ്ത്രീകളും ആ ഒരു മെറിറ്റ് ഇല്ലാതെയാണ്, അല്ലെങ്കിൽ ഈ സ്വാധീനം കൊണ്ട് മാത്രമാണ് വരുന്നത് എന്ന് കൂടിയാണോ പറയുന്നത്? മെറിറ്റ് ഉള്ളവരുമുണ്ട്, പക്ഷെ അവർക്ക് എത്തേണ്ടത് എത്താൻ പറ്റുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെന്തുകൊണ്ടാണ്? എന്നോട് ചോദിച്ച കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. എങ്കിലും ഒരു മുതിർന്ന നേതാവാണ്, ഈ സംഘടനയിലെ ഒരു മുതിർന്ന നേതാവാണ്, എന്തുകൊണ്ട് അവർക്ക് എത്താൻ കഴിയുന്നില്ല എന്നതിനെ സംബന്ധിച്ച് ഒരു ചിത്രവും ഒരു ധാരണ ഇല്ലാതിരിക്കില്ലല്ലോ. അതെന്തുകൊണ്ടാണ്? നേതാക്കളുടെ ഗുഡ് ബുക്കിൽ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പൊ ദീപ്തി മേരി വർഗീസ് ഉമ്മ തോമസിനെതിരെ വോട്ട് ചെയ്തതിന്റെ തെളിവ് സഹിതം ദല്ലാൽ നന്ദകുമാർ ഹാജരാക്കി. ദല്ലാൽ നന്ദകുമാർ വെല്ലുവിളിച്ചു, മാനനഷ്ട കേസിന് കേസ് കൊടുക്കാൻ പറഞ്ഞു. കൊടുത്തോ? അത്രയും ഗുരുതരമായ ഒരു തെറ്റ് ചെയ്തിട്ട് പാർട്ടി സംരക്ഷിക്കുന്നില്ലേ? ഇല്ലേ? ഉമ്മ തോമസ് എന്നോട് അതിനെക്കുറിച്ച് സംസാരിച്ചതാണ്, നമ്മളെല്ലാം ചാനലിൽ കണ്ടതാണ്.